ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. അതിനാവശ്യമായ ചേരുവകൾ: ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മല്ലിയില, ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമുക്ക് ഒരു ഗ്യാസ് കത്തിച്ച് അതിലോട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഗോൾഡ് വിനർ ഒഴിക്കുക. ഞാനിവിടെ ഗോൾഡ് വിന്നറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് RKGയോ മിൽമയോ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക. മല്ലിയില, പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സിമ്മിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഇടുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. മുകളിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. നിങ്ങൾ ഇത് ഒരിക്കൽ ട്രൈ ചെയ്യൂ. എന്താ ടേസ്റ്റ്! ഇനി മസാലയുടെ മുകളിൽ ചോറിട്ട് അതിലോട്ട് ഗരം മസാലയും തൂമി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മസാലയോട്ട് ചോറ് പിടിക്കണം. അപ്പോൾ മസാലയിലോട്ട് ചോറ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി തക്കാളി ചോറ് റെഡി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടുക. എന്നാലുള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.